സോ ഹായ് ഓൾ, ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് അട്രാക്റ്റീവ് ആവണം, അല്ലെങ്കിൽ ഒന്ന് സെൽഫ് ഇംപ്രൂവ്ഡ് ആവാൻ താല്പര്യമുള്ളവരാണെന്നാണ്. സോ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആവാനുള്ള വഴികൾ പറഞ്ഞുതരാൻ ശരിക്കും ഞാൻ യോഗ്യനാണോ? അതിനുള്ള ഉത്തരം ഒരിക്കലും അല്ല. കാരണം ഈ കൊടവയറും വെച്ചിരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് എന്ത് ടിപ്പ് പറഞ്ഞു തരാനാണ്? ആദ്യം സ്വയം നന്നായാലല്ലേ പിന്നെ നാട്ടുകാരെ നന്നാക്കാൻ പോയിട്ട് കാര്യമുള്ളൂ. യെസ് ഗൈസ്, അപ്പം ഈ വീഡിയോന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, സ്വയം നന്നാവുക, ഒപ്പം തന്നെ നിങ്ങളെ നന്നാക്കുക. അട്രാക്റ്റീവ് ആവുക അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അവർ നിങ്ങൾക്ക് ഓരോ ടിപ്സ് ഒക്കെ പറഞ്ഞു തരുമായിരിക്കും. പക്ഷേങ്കിൽ പലപ്പോഴും ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ടീം വെറും കണ്ടന്റിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വീഡിയോസോ ഏതെങ്കിലും ഒക്കെ എടുത്ത് ഡബ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ ഐഡിയാസ് വെറുതെ ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന ഐഡിയാസ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാട്ടുന്നു എന്നല്ലാതെ നമുക്ക് പേഴ്സണലി അവർ പറയുന്ന കാര്യമൊന്നും ചെയ്തിട്ട് ഗുണം കിട്ടാറില്ല. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ഒരു സീരീസിന്റെ വ്യത്യാസം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഒറ്റ പാർട്ട് മാത്രം ഇച്ചിരി ലാഗ് ഉണ്ടാവും. കാരണം ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കിഡിലും നല്ല ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കും കിട്ടുന്നത്. ലൈക്ക് നിങ്ങളുടെ തന്നെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ്സ് ആയിരിക്കും. പക്ഷെങ്കിൽ അത് കാണുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ഒന്നും ചെയ്യാതെ ഒന്ന് കഷ്ടപ്പെട്ടാണെങ്കിലും ഒന്ന് ഇരുന്ന് കാണാം. ഓക്കെ, സോ ഗൈസ്, ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സും ഞാൻ തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ വന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അവരത് ചെയ്യുന്നുണ്ടോ, അവരത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ, അവരത് അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അവർ കുറെ ടിപ്സും ട്രിക്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും, അവരവരെ വഴിക്ക് പോകും. അല്ലാതെ നമുക്ക് അതിൽ ഒരു ക്ലാരിറ്റി ഇല്ല, അവരത് ചെയ്തിട്ടാണോ റിസൾട്ട് കിട്ടുന്നത്, ഇനിയിപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ, ഇതൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ഇവിടെയാണ് നമ്മുടെ ഈ സീരീസിന്റെ ഏറ്റവും വലിയ വ്യത്യാസം വരാൻ പോകുന്നത്. കാരണം ഞാൻ നല്ല ഹൈ ക്വാളിറ്റി ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ടിപ്സ് ആൻഡ് ട്രിക്സ് വർക്ക്ഔട്ട് ആവുമോ എന്ന് അറിയണ്ടേ? അതിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു വട്ടപൂജയാണ്. അപ്പം സ്റ്റാർട്ടിങ് ഡേ 1 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ വ്ളോഗുകൾ കൊച്ചു നിങ്ങളെ മടുപ്പിക്കാത്ത ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും ചെയ്യാം. അതിലിപ്പോൾ ഞാൻ ഡേ 1 ഞാൻ ഏതാണ് റൂട്ടീൻ ചെയ്യാൻ പോകുന്നത്, എന്റെ സ്കിൻ കെയർ റൂട്ടീൻ, ഹെൽത്ത് കെയർ റൂട്ടീൻ, വർക്കൗട്ട് റൂട്ടീൻ, ഈ റൂട്ടീൻസ് ഒക്കെ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് അതിനുശേഷം നെക്സ്റ്റ് വീഡിയോ വിൽ ബി ലൈക്ക് ഒരു 10 or 20 ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഡേ 1 നിന്ന് ഞാൻ ഡേ 20 അല്ലെങ്കിൽ ഡേ 10 എത്തിയപ്പോഴത്തേനും എന്തൊക്കെ ചേഞ്ചസ് ആണ് എന്റെ ബോഡിയിൽ അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ മാറ്റം വന്നത് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റും. ലൈക്ക് ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ടിപ്സ് ആൻഡ് ട്രിക്സ് ചെയ്ത് എന്റെ ബോഡിയിൽ റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് കാട്ടിത്തരികയാണ്. ഇനിയിപ്പോ ഡേ 20 ആകുമ്പോൾ റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ പറയും ഗൈസ് ഇന്ന റൂട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഒന്നും ഇല്ല, കാരണം എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഇന്നൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്നൊരു വർക്കൗട്ട് പ്ലാൻ അല്ലെങ്കിൽ ഇന്നൊരു ഡയറ്റ് പ്ലാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, ഓക്കെ കുട്ടു അത് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അവന് റിസൾട്ട് കിട്ടി, അപ്പൊ അത് നല്ലൊരു റൂട്ടീൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോ കുട്ടു അത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ വീഡിയോയിൽ കാട്ടിയായിരുന്നു, പക്ഷെ അവന് റിസൾട്ട് ഒന്നും കിട്ടിയില്ല, അപ്പൊ അത് നല്ലൊരു സാധനമല്ല, കാരണം അവൻ അത് ലൈവായിട്ട് നിങ്ങളെ ചെയ്ത് കാട്ടിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങൾ എന്നെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടേ കാണണ്ട, മറിച്ച് നിങ്ങളുടെ ഒരു ഫാമിലിയിലുള്ള ഒരു മെമ്പർ ആയിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു മെമ്പർ, ഒരു ചേട്ടൻ അല്ലെങ്കിൽ അനിയനായിട്ട് തന്നെ കാണാം. നിങ്ങളുടെ അനിയൻ അല്ലെങ്കിൽ ചേട്ടനായ ഞാൻ ഒരു റൂട്ടീൻ, ഒരു സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ വർക്കൗട്ട് റൂട്ടീൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റൂട്ടീൻ, അവൻ അങ്ങനെ ഒരു റൂട്ടീൻ ചെയ്തിട്ട് അവന്റെ ശരീരത്തിൽ മാറ്റങ്ങളുണ്ട്, ആ മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നുമുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ഒരു റൂട്ടീൻ ചെയ്തിട്ട് അവന് മാറ്റങ്ങളില്ല, അപ്പൊ അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു കസ്റ്റമർ ഒരു സാധനം ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരാളായിട്ട് മാത്രം തന്നെ നിങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനെ ഒരു സീരീസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് റൺ നമ്മളൊരു 6 month ഒക്കെ ആവുമ്പം എനിക്ക് നല്ല ഹെവി ചേഞ്ചസ് വരുത്താൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ആ ഹെവി ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കൊണ്ട് പൈസ കൊടുക്കണ്ട. സ്കിൻ കെയറിനോ അല്ലെങ്കിൽ ഡയറ്റിനോ ഹെൽത്ത് കെയറിനോ ഫിറ്റ്നസിനോ ഒന്നിനും എല്ലാം ഒരു പാക്കേജ് ആയിട്ട് നമ്മുടെ സീരീസ് ഇങ്ങനെ കിടക്കുക, എന്നെ എങ്ങനെ മാറ്റി എന്നുള്ളത്. സോ അങ്ങനെ ഒരു മാറ്റം എന്നിൽ വരാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് എന്താണെങ്കിലും വേണം. അപ്പൊ നാളെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ കെയറും ഫിറ്റ്നസും ഹെൽത്തും എല്ലാം കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള കൊച്ചു വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല രസകരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾ വീഡിയോന്റെ ഇവിടെ വരെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോം ആവാനുള്ള ഒന്നാമത്തെ കടമ്പ കഴിഞ്ഞു എന്ന് വിചാരിച്ചോ. ഇവിടെ വരെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു എന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പൊ നാളത്തെ വീഡിയോയിൽ എന്റെ സ്കിൻ റിലേറ്റഡും ഹെൽത്ത് റിലേറ്റഡും ഫിറ്റ്നസ് റിലേറ്റഡും എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഓരോ കൊച്ചു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ആവശ്യപ്പെട്ടതാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അത് ത്രൂ വന്നവർ ഈ വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ഒന്നും ചെയ്യാൻ പറയാറില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടോ, കാരണം നിങ്ങൾക്ക് ഈ സീരീസിന്റെ ഒരു ഭാഗം പോലും മിസ് ആവരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ എന്റെ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പോലത്തെ ടോയ്സിന്റെ അൺബോക്സിങ്ങും റിവ്യൂസും വീഡിയോസ് ഇനി ഉണ്ടാവില്ല. കാരണം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന്റെ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് ഇടാൻ പാടില്ല എന്നുണ്ട്. സോ ടോയ്സിന്റെ ഒരു കാറ്റഗറി ഇനി ഈ ചാനലിൽ ഉണ്ടാവില്ല, മറിച്ച് പ്രൊഡക്റ്റ് റിവ്യൂസ്, ഗാഡ്ജറ്റ് റിവ്യൂസ്, ഫുഡ് റിവ്യൂസ്, ട്രാവൽ ഡെസ്റ്റിനേഷൻ റിവ്യൂസ്, എല്ലാത്തിന്റെ ജെന്യുവൻ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ് ഞാൻ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും. ഒപ്പം തന്നെ സെൽഫ് ഡെവലപ്ഡ് ആവാനുള്ള ഈ ഒരു സീരീസ് അതിന്റെ കൂടെ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് നന്ദി ഇതുവരെ കണ്ടെങ്കിൽ. അപ്പൊ നെക്സ്റ്റ് പാർട്ട് 1 നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം. ഓക്കെ.